أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. وقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم ما عمل ابن آدم من عمل يوم النحر أحب إلى الله من إهراق الدم وإنه ليأتي يوم القيامة بقرونها وأشعارها وأضلافها وإن الدم لا يقع من الله بمكان قبل أن يقع بالأرض فطيبوا بها نفسا. സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കുറഞ്ഞകാല ജീവിതത്തിൽ ബലഹീനതയോടെയാണെങ്കിലും നിർവഹിക്കുന്ന നമ്മുടെ മുഴുവൻ അമലുകളെയും അവൻ സ്വീകരിക്കട്ടെ. ഉന്നതമായ സ്വർഗത്തിൽ മഹത്തുക്കളായ അംബിയ മുർസലുകളോടൊപ്പം നമ്മെ വേണ്ടപ്പെട്ടവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിട്ടു പിരിഞ്ഞുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരായ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും ഉന്നതമായ സ്വർഗം അല്ലാഹു റബ്ബുൽ ആലമീൻ നസീബാക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളെ, കുടുംബങ്ങളെ, നാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുണ്യമായ മക്ക ഹറമിലേക്ക് യാത്ര തിരിച്ച് പരിപാവനമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഹജ്ജാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ ഹജ്ജിനെ, ഉംറയെ, സിയാറത്തിനെ മഖ്ബൂലും മർളിയുമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഹജ്ജ് കർമ്മത്തിലും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമായി ബലി കഴിപ്പിക്കപ്പെടുന്ന ഉളുഹിയ മൃഗങ്ങളെ ഒരുക്കാൻ പരിശ്രമിക്കുന്നവർ, അതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അല്ലാഹു തൗഫീഖ് അധികരിപ്പിച്ചു കൊടുക്കട്ടെ. കഴിവുള്ള നമ്മിലെ എല്ലാവർക്കും ആ പുണ്യകർമ്മത്തിൽ പങ്കാളിയാകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മാനവ ലോകം കണ്ട തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളുടെ മകുടോദാഹരണം, ത്യാഗജീവിതത്തിന്റെ ഇന്നും അവസാനിക്കാതെ എക്കാലവും ജ്വലിച്ചു നിൽക്കുന്ന ചരിത്രത്തിന്റെ ഉടമയായ മാനവരിൽ ശ്രേഷ്ഠരായി പഠിപ്പിക്കപ്പെട്ട മഹാനായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്കപ്പുറം നന്മയുടെ, സത്യത്തിന്റെ ഒരു ചെറു തരി പോലുമില്ലാത്ത അന്ധകാരത്തിന്റെ ലോകത്തിലേക്ക് നിയോഗിതനായി ചെറുപ്പകാലം മുതലേ പരീക്ഷണങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്ന മഹാനായ പ്രവാചകൻ, പിറന്നു വീണ നാട് തന്നെ ബിംബാരാധനയിലും ദൈവനിഷേധത്തിലുമായി കഴിഞ്ഞിരുന്ന തലമുറയ്ക്കിടയിൽ സത്യത്തിന്റെ യഥാർത്ഥ സന്ദേശം പകുത്തു നൽകുവാൻ അവരുടെ ചിന്തയെയും ബോധമണ്ഡലത്തെയും തട്ടിയുണർത്തിക്കൊണ്ട് ഉന്നതമായ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആ മനസ്സുകളെ ക്ഷണിച്ച മഹാനായ പ്രവാചകൻ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുവാൻ നിയോഗിക്കപ്പെട്ട ആ പ്രവാചകർ തന്റെ പുരുഷായുസ് പൂർത്തിയാക്കുമ്പോൾ ആ പരീക്ഷണങ്ങളെയെല്ലാം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിനെയെല്ലാം അതിജയിച്ചു. താങ്കളെ നാം ലോകത്തിന്റെ, സമൂഹത്തിന്റെ മാതൃകയായി, നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ട് ചരിത്രത്തിൽ ലോകാവസാനം വരെ വരുന്ന പിന്മുറക്കാരായ മുഴുവൻ മനുഷ്യരുടെയും മതങ്ങളുടെ നേതാവ്, മതങ്ങളുടെ പിതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തിന് അർഹനായ മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ പരീക്ഷണങ്ങളുടെ ഉന്നതമായൊരു ഉദാഹരണമാണ്. പരീക്ഷണങ്ങൾ ഒരിക്കലും തകർച്ചയുടെ അടയാളങ്ങളല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ വിജയത്തിന്റെ അടയാളമാണ്.
ചരിത്രം പരതിയാൽ, സമൂഹത്തിൽ നന്നായൊരു വിചിന്തനം നടത്തിയാൽ വിജയത്തിന്റെ സാധ്യതയുള്ളവർക്കാണ് അല്ലാഹു പരീക്ഷണം കൊടുക്കുക. പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ കൂട്ടുകാരനാണ്. പരീക്ഷണങ്ങൾ ഇല്ലാത്ത ജീവിതം വിശ്വാസിക്കുണ്ടാവൂല. പരിശുദ്ധ ഖുർആനും ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്നത് പ്രകാരം വിശുദ്ധ ദീൻ നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന ഉന്നതമായ സ്വർഗം ലഭ്യമാകുന്നതിന് പ്രഥമമായി നടക്കുന്ന പരീക്ഷയാണ് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളെ മുഴുവനും വേണ്ടതുപോലെ അറ്റൻഡ് ചെയ്ത് വിജയിക്കുന്നവർക്ക് മാത്രമായി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് നാളെ പാരത്രിക ലോകത്തെ കമനീയമായ സ്വർഗം. പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ സ്വർഗപ്രവേശനമില്ല എന്ന് ഖുർആനിന്റെ ഹദീസിന്റെ സാരം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസു അൻ യുത്റകൂ, അവരെ വിട്ടേക്കുമെന്ന് അഹസിബന്നാസു ജനങ്ങൾ ധരിക്കുകയാണോ? അയ്യുത്രക്കൂ, അവർ ഒഴിവാക്കപ്പെടും, അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവർ ധരിക്കുകയാണോ? അയ്യഖൂലൂ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രം ചെയ്യുന്നതിലൂടെ, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രം ചെയ്യുന്നതിലൂടെ ഒരിക്കലും തന്നെ ഒരാളെയും പരീക്ഷണങ്ങളിൽ നിന്ന് വിടപ്പെടുകയില്ല. വഹും ലാ യുഫ്തനൂൻ, അവര് പരീക്ഷിക്കപ്പെടുകയല്ലാതെ ഇല്ല, ഉറപ്പായും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ജനങ്ങൾ ധരിക്കുകയാണോ? തീർച്ചയായും പരീക്ഷിക്കപ്പെടും. പരീക്ഷണം വിശ്വാസിയുടെ ദീനീ ജീവിതത്തിന്റെ കൂടെയുള്ള യാത്രയാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണമില്ലാത്ത ഒരു ദിവസവുമില്ല. പരീക്ഷണത്തിലാണ് വിശ്വാസിയുടെ ജീവിതം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ ഒരു വലിയ നീണ്ടകാലം പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞുപോയ വ്യക്തിത്വമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, ആരാണ് മരണത്തിനെ സൃഷ്ടിച്ചവൻ? വൽ ഹയാത, ജീവിതത്തെയും സൃഷ്ടിച്ചവൻ ആരാണ്? മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാരോ? അവൻ ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന്, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നവർ, നന്നായി ജീവിക്കുന്നവർ, നന്നായി അമല് ചെയ്യുന്നവർ, സൃഷ്ടാവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർ ആരാണെന്നുള്ള കാര്യം പരീക്ഷിച്ച് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഉടമസ്ഥനായ അള്ളാഹുവാണ് ജീവിതത്തിനെയും മരണത്തിനെയും പടച്ചത്. ഈ ദുനിയാവിലെ ജീവിതം പരീക്ഷണമാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, ഈ ലോകത്തെ ജീവിതത്തിന്റെ മുഴുവൻ പരീക്ഷണങ്ങളും നമുക്ക് നൽകുന്ന പടച്ചറബ് ഒരുപാട് പുറത്തു തരുന്നവനാണ്. അവൻ പ്രതാപശാലിയാണ്. ആ പ്രതാപശാലിയായ ഉടമസ്ഥനായ അള്ളാഹു കാരുണ്യവാനുമാണ്. ഒരിക്കലും പരീക്ഷിക്കുന്നത് അള്ളാഹു കോപിച്ചവരെയല്ല, പടച്ചവന് വെറുപ്പുള്ളവരെയല്ല. പരീക്ഷിക്കപ്പെട്ടത് മുഴുവനും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കളാണ്. അമ്പിയാ മുർസലുകളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം കാണാം. അവിടെ അരുൾ ചെയ്തു, ഈ ലോകത്ത് കടന്നുപോയ മനുഷ്യരാശിയിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കളാണ്. അശദ്ദുന്നാസി ബലാ, അശദ്ദുന്നാസി ബലാ അൽ അംബിയാ, അമ്പിയാക്കളാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നെ അമ്പിയാക്കളെ പോലെ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ പിന്മുറക്കാരായി കഴിഞ്ഞുപോയ മഹത്തുക്കളാണ്, ഔലിയാക്കളാണ്, ഭാരതന്മാരായ പണ്ഡിതന്മാരാണ്, അതിനുവേണ്ടി ത്യാഗം സഹിച്ച ശുഹദാക്കളാണ്. അമ്പിയാക്കൾ എന്താണോ ലക്ഷ്യമാക്കിയത്, അവരെന്താണോ ഏത് ദൗത്യവുമായാണോ വന്നത്, ആ ദൗത്യവുമായി പിന്നീട് സഞ്ചരിക്കാൻ തയ്യാറായവരാരോ അവരാണ് ഏറ്റവും കൂടുതൽ ലോകചരിത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അരുൾ ചെയ്യുന്ന ഹദീസ് അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർക്കണം, കേൾക്കണം. യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം, യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം. ഒരു മനുഷ്യനും പരീക്ഷിക്കപ്പെടുക, സമൂഹം പരീക്ഷിക്കപ്പെടുക അവരുടെ ദീനിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാ.
എത്രമാത്രം ദീനുള്ള കൂട്ടമാണോ അവരത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നതാ. ദീൻ കൂടുന്നതിനനുസരിച്ച്, ദീനിൽ ഉറയ്ക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ അല്ലാഹു ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നതാ. എന്തിനു വേണ്ടിയാ? ഈ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് വലിയ സമ്മാനം തരാനുള്ളത്. ആരുടെ ദീൻ ഉറയ്ക്കുന്നോ, ഭാരമുള്ളതാകുന്നോ, അവന്റെ പരീക്ഷണവും കടുക്കുന്നതാണ്, അധികരിക്കുന്നതാണ്. ആരുടെ ദീന് ബലഹീനമാകുന്നോ, അവന്റെ പരീക്ഷണവും കുറവായിരിക്കും. ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, കഷ്ടപ്പാടുകൾ കുറവായിരിക്കും. ദാരിദ്ര്യം കുറവായിരിക്കും. നമ്മിൽ പലരും മനസ്സിലാക്കുക, ഞാനൊരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, എല്ലാവർക്കും ഉപകാരിയാണ്, എന്നാലും എനിക്ക് പരീക്ഷണമാണ് എന്നോർക്കുന്നവര് സമാധാനിക്കുക. പരീക്ഷണങ്ങൾക്ക് വരുന്നത് സത്യവിശ്വാസികൾക്കാണ്. പരീക്ഷണങ്ങൾ വരുന്നത് സത്യവിശ്വാസിക്കാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു വിശ്വാസിയെ പരീക്ഷിക്കുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഒരു പാപവും ചെയ്തില്ലെങ്കിൽ പോലും അവന്റെ ജീവിതത്തിൽ അല്ലാഹു അവനെ വല്ലാതെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം അവൻ പാപം ചെയ്യാതെ സത്യവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാ വലിയ അമൂല്യമായൊരു സമ്മാനം, വിലമതിക്കാനാകാത്തൊരു സമ്മാനം. ആ സമ്മാനം വെറുതെ എടുത്തങ്ങ് കൊടുത്താൽ, ഒരുപാട് ത്യാഗമില്ലാതെ കൊടുത്താൽ അതിന് വിലയുണ്ടാവില്ല. അതിന് വില കൽപ്പിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുമ്പോഴാണ്, ത്യാഗപ്പെടുമ്പോഴാണ് ആ കിട്ടിയ സമ്മാനത്തിന് മൂല്യമുണ്ടാവുക, അതിന് വില കൽപ്പിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു ദുനിയാവിൽ സത്യവിശ്വാസികളെ ഒരുപാടങ്ങ് പരീക്ഷിക്കും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവർ മുസ്ലിമീങ്ങളാണ്. വളരെ കുറഞ്ഞ കാലമാണ് അല്ലാഹു അവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കുക. പരീക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാകും. സത്യവിശ്വാസം അറിയാതെ പോയ ആളുകൾ, അവർക്ക് ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണുള്ളത്. ഈ ദുനിയാവിലെ നശ്വരമായ 80 കൊല്ലം, 90 കൊല്ലം, 100 കൊല്ലം, ഒരു നൂറ്റാണ്ടിനുള്ളിൽ അവസാനിച്ചു പോകുന്ന ജീവിതത്തോടെ അവർക്ക് ലഭിച്ചതൊക്കെ കഴിഞ്ഞു. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ കഴിഞ്ഞു. ദുഃഖമാണ് പിന്നെ അനന്തമായിട്ട് അവരുടെ ജീവിതത്തിലുള്ളത്. സന്തോഷങ്ങൾ പിന്നെയില്ല, പിന്നെ അനന്തമായ ദുഃഖമാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അനന്തമായി സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട സ്വർഗത്തിലേക്കാണ് അവൻ ക്ഷണിക്കപ്പെടുക. അനന്തമായ സന്തോഷത്തിന്റെ ഗേഹമാകുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിശ്വാസിക്ക് അതിന്റെ പരീക്ഷാ ഹാളിൽ കുറച്ച് ത്യാഗമുണ്ടാവുക സ്വാഭാവികമാണ്. ആ ത്യാഗം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഈ പരീക്ഷണങ്ങളുടെ ചരിത്രമെടുത്താൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മനുഷ്യകുലത്തിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് മഹാരഥന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയ മുർസലുകളാണ്, നബിമാരാണ്. പിന്നെ അമ്പിയാക്കളുടെ പാതയിലൂടെ യഥാർത്ഥ സത്യവിശ്വാസികളായി കടന്നുപോയ, അവരുടെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ആളുകളാണ് പിന്നെ പരീക്ഷിക്കപ്പെടുക, അമ്പിയാക്കളുടെ പിൻഗാമികൾ. ആ അമ്പിയാക്കളുടെ പിൻഗാമികളായി ജീവിക്കുവാനാണ് നമ്മളോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ കൽപ്പന. അമ്പിയാക്കളുടെ പിൻഗാമികളായി, മുർസലുകളുടെ പിൻഗാമികളായി, നിങ്ങളുടെ നേതാവിന്റെ പിൻഗാമികളായി നിങ്ങൾ പോകണമെന്നാണ്. അതായത് പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് തന്നെ നിങ്ങൾ പോകേണ്ടി വരും എന്നുള്ളൊരു അറിയിപ്പാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളെയെല്ലാം ക്ഷമയോടെ അമ്പിയാ മുർസലുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ, മാതൃകയിലൂടെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ, ആ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് നൽകപ്പെടുന്ന സമ്മാനം കരഗതമാകുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരീക്ഷണങ്ങളുടെ ചരിത്രത്തിൽ പ്രവാചകന്മാരാണ് മുൻപിലെന്ന് പറഞ്ഞല്ലോ. ആ പ്രവാചകന്മാരുടെ ഗണത്തിൽ അവരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിലേറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ഖാതമുർ റസൂൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി ഉദീതു ഫില്ലാഹി വമാ ഊദിയ അഹദും മിസ്ലി, ഞാൻ പരീക്ഷിക്കപ്പെട്ടതുപോലെ ഒരു മനുഷ്യനും പരീക്ഷിക്കപ്പെട്ടില്ല, ചരിത്രത്തിൽ ഒരാളും പരീക്ഷിക്കപ്പെട്ടില്ല. അത്ര വലിയ പരീക്ഷണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി പരീക്ഷിക്കപ്പെട്ടത്. ആ റസൂലിന്റെ പരീക്ഷണം കഴിഞ്ഞാൽ പിന്നെ മാനവകുലം കാണുന്ന അമ്പിയാ മുർസലുകളുടെ ചരിത്രം പരതിയാൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനാണ് ഈ മാസത്തിന്റെ നായകൻ മഹാനായ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം.
നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമകൻ നബിയുല്ലാഹി ഇസ്മായിൽ, അവരുടെ മാതാവ് പ്രിയപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രിയതമയായ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ കുടുംബം ലോകത്ത് സമാനതയില്ലാത്ത മാതൃകയുടെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ത്യാഗോജ്ജലമായ ജീവിതം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ആരാധനയുടെ ഭാഗമായി നിജപ്പെടുത്തപ്പെട്ടു. അവരുടെ ത്യാഗത്തിന്റെ ജീവിതം ഒരു ആരാധനയുടെ രൂപമായി മാറ്റപ്പെട്ടു. ആ ആരാധനയാണ് പുണ്യമായ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തിനാണ് നമ്മുടെ പ്രതിനിധികൾ, ലോകത്തുടനീളമുള്ള പ്രതിനിധികൾ പുണ്യമായ മക്ക ഹറം ലക്ഷ്യമാക്കി യാത്രയായിരിക്കുന്നത്. ഇബ്രാഹിം റബ്ബഹു ബികലിമാത് ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. വഇദ് ഇബ്തലാ ഇബ്രാഹിം റബ്ബഹു ബികലിമാത്. ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം നബി അല്ലാഹു പരീക്ഷിച്ചു. ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു, വല്ലാതെ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടുപോയിട്ടുണ്ടാകും. പിറന്നു വീണ കാലം മുതലേ, കുഞ്ഞു പ്രായം മുതലേ ജീവിച്ചിരുന്ന സമൂഹം അന്ധതയിൽ കഴിഞ്ഞ ജനതയാണ്. അവർക്കിടയിലാണ് യഥാർത്ഥ സത്യദീനെന്ന് പഠിപ്പിക്കുവാൻ നിയോഗിതനാകുന്നത്. അവർക്കിടയിൽ സത്യത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കാൻ ചെറുപ്പകാലത്തിൽ തന്നെ അവരുടെ ബോധമണ്ഡലങ്ങളെ തട്ടിയുണർത്താൻ ഉതകുന്ന രൂപത്തിൽ പല ചോദ്യങ്ങളും അവർക്ക് മുമ്പിലേക്ക് വെക്കപ്പെട്ടു. അവർക്കിടയിൽ വ്യാപകമായിരുന്ന ബിംബാരാധന, വിഗ്രഹ പൂജയെ അവിടെ യുക്തിയെ കൊണ്ട് ചോദിപ്പിക്കുന്ന നിലയിലേക്ക് അവരുടെ ചിന്തയെ ഉണർത്തി കൊടുത്തു. അത് വലിയൊരു പരീക്ഷണമായി മാറി. ഉറ്റവരെയും ഉടയവരെയും വിട്ടുകൊണ്ട് അപരിചിതമായ ഏതെങ്കിലും ഒരു നാടിലേക്ക് അഭയം തേടി പോകാൻ, നാട് വിട്ട് പരദേശവാസിയാകാൻ നിർബന്ധിതനായ ചെറുപ്പകാലം. ആ ചെറുപ്പകാലത്തിൽ തന്നെ വീട് വിട്ടു പോകേണ്ടി വരുന്നു. എവിടെയെന്നറിയില്ല, എങ്ങോട്ടെന്നറിയില്ല, അന്തമില്ലാത്തൊരു യാത്രയാണ്. ആ യാത്ര മുതൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ചെറുപ്പക്കാരനെ വേണ്ടതുപോലെ നയിക്കുകയാണ്. മനോഹരമായ നിലയിൽ നയിക്കുന്നു. ഹസ്രത്ത് ഇബ്രാഹിം നബിയെ ജിബ്രീലിലൂടെ അല്ലാഹു നയിക്കുകയാണ്. ആ യാത്ര പിന്നീട് പരീക്ഷണങ്ങൾ തന്നെ. ഒരു പരീക്ഷണം കഴിഞ്ഞു, വീട് നഷ്ടപ്പെട്ടു, നാട് നഷ്ടപ്പെട്ടു, കുടുംബത്തെ നഷ്ടപ്പെട്ടു. എല്ലാ നഷ്ടങ്ങൾക്ക് ശേഷം, കുറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം പിന്നെ ചെറിയൊരാശ്വാസം. ആ ആശ്വാസം വൈവാഹിക കുടുംബ ജീവിതത്തിലൂടെ ചെറിയൊരാശ്വാസം. ആ ആശ്വാസത്തിന്റെ ജീവിതം കാലം ഒരുപാട് പിന്നിടുമ്പോഴും അതിലേറ്റവും പ്രതീക്ഷയാകുന്ന സന്താനങ്ങളെ ലഭിക്കാതെ പോകുന്ന പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടം. വിവാഹം കഴിഞ്ഞു, കാലം ഒരുപാടായി, മക്കളില്ല. ക്ഷമിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്ന ആളുകൾ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയൊരു വിഭാഗത്തിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ, ആദ്യ സമയത്ത് വേണ്ട എന്ന് വെച്ചവരായിരുന്നു എന്നും കേൾക്കാം. മഅദല്ലാഹ്, നഊദുബില്ല. നമ്മുടെ പുതിയ തലമുറ സൗന്ദര്യം ചോർന്നു പോകും, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്കാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ കുട്ടികളായി പോയാൽ എന്തൊക്കെയോ കുറവുകൾ സംഭവിക്കും എന്ന തെറ്റിദ്ധാരണ ഏതെല്ലാമൊക്കെ ഭാഗത്തിലൂടെ വന്നു. ഇപ്പൊ വേണ്ട എന്ന് കരുതും, അതിന്റെ നടപടികൾ എടുക്കും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞ് പിന്നെ വർഷങ്ങളോളം നടക്കേണ്ടി വരിക. കുട്ടികളില്ല എന്ന് വിഷമം പറഞ്ഞ് നടക്കുന്ന ആളുകളോടൊന്ന് ചോദിച്ചാൽ അവരാദ്യം വേണ്ടെന്ന് വെച്ചവരായിരിക്കും. സാധ്യതയുള്ളതിനെല്ലാം തടഞ്ഞവരായിരിക്കും. അള്ളാഹു കാക്കട്ടെ. വിചാരിക്കുന്ന സമയത്ത് കിട്ടുന്നതല്ല സന്താനം. അള്ളാഹു തരുന്ന ഓശാരമാണ്, ഔദാര്യമാണ്. അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന മഹാസൗഭാഗ്യമാണ് മക്കൾ. ആ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരണം. അതിലേക്കാൾ വലിയ ഭാഗ്യമാണ്. മക്കളെ കിട്ടിയെന്നത് കൊണ്ട് ഒരാൾ സമാധാനിക്കണമെന്നില്ല. ആ മക്കൾ സ്വാലിഹീങ്ങളാകണം, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, ദീനിന്റെ ഉപകാരികൾ, നാടിന്റെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഉപകാരികളാകണം, സൽസ്വഭാവികളാകണം. അപ്പോഴാണ് ഒരാൾ വിജയിക്കുക. യഥാർത്ഥത്തിൽ സമാധാനിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോഴാ. അങ്ങനെയുള്ള മക്കളായി നമ്മുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ നല്ല മക്കളെ, ആൺപെൺ മക്കളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ മക്കളെല്ലാം ഹാഫിലീങ്ങളും ഹാഫിലാത്തുകളും ആക്കി തരട്ടെ. ആലിമീങ്ങളും ആലിമാത്തുകളും അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ആ മക്കൾ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്രാഹിം പരീക്ഷിക്കപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു കാലം, യൗവനത്തിന്റെ പ്രതീക്ഷയുടെ കാലമെല്ലാം അസ്തമിക്കാൻ തുടങ്ങുകയാണ്. തന്റെ പ്രിയതമ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധ്യതയുള്ള അടയാളങ്ങൾ വരെ നഷ്ടപ്പെട്ടു.
ആർത്തവം നിലച്ചു, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. വിഷമത്തിലേക്ക്, തളർച്ചയിലേക്ക് പോകുന്ന ഘട്ടം വർഷങ്ങളോളം പരീക്ഷിക്കപ്പെടുകയാണ്. കുറച്ചു കാലം മാത്രം സന്തോഷ സമാധാനം, അത് കഴിഞ്ഞാൽ അധികകാലവും പരീക്ഷണം. ആ പരീക്ഷണം കുറെ നീണ്ടുപോകുമ്പോഴാണ് വീണ്ടും ഒരു സമാധാനം അള്ളാഹു നൽകുന്നു. അതേ പ്രിയതമ സാറ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കൂട്ടത്തിൽ ഹാജർ ബിബി റളിയല്ലാഹു തആല അൻഹ എന്നൊരു സ്ത്രീയെ കൂടി ഭാര്യയായി കൂടെ കൂട്ടുന്നു. അവരിലൂടെ ഒരു കുഞ്ഞിനെ അള്ളാഹു ജന്മം കൊടുക്കുവാനുള്ള സന്തോഷ വാർത്ത നൽകുന്നു. അതിൽ സമാധാനിച്ചു, ഇരുവരും സന്തോഷിച്ചു. ആ കുഞ്ഞ് പുറത്തേക്ക് വരേണ്ട താമസം വീണ്ടും പരീക്ഷണം അടുത്ത വാതിൽ തുറക്കുകയാണ്. ആ പരീക്ഷണം വല്ലാത്ത പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം കുറച്ച് കടുത്തതായിരുന്നു. സാധാരണ ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ, ഒരു മനുഷ്യനും നിറവേറാൻ കഴിയാത്ത പരീക്ഷണമാണ്. ചരിത്രം പരതിയാൽ സ്വന്തം മക്കളെ ബലിക്കലിൽ വെച്ച് ബലി അറുത്തിട്ടുള്ള മനുഷ്യരുടെ ചരിത്രം കാണാം. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ബാൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുത്ത ആളുകളുണ്ട്, വലിയ സമൂഹമുണ്ട്. ഇന്നത്തെ ലെബനാനിലെ ഒരു പ്രദേശം അതിൽ പേരുകെട്ട പ്രദേശമായിരുന്നു. കുടിവെള്ളം നിലച്ചു പോകുമ്പോ, നദിയുടെ ഒഴുക്ക് നിലച്ചു പോകുമ്പോ, കാർഷിക വിളകൾ തകർന്നു പോകുമ്പോ അവിടെ സ്വന്തം മക്കളെ കൊണ്ടുപോയി കുരുതി കൊടുത്ത് ബലി കൊടുത്തിരുന്ന ജനത ഉണ്ട്. അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന പൈശാചിക ഇടപെടൽ അവരുടെ മനസ്സുകൾ അതിനുവേണ്ടി പാകപ്പെടുത്തുകയാണ്. തിരിച്ചറിവോടെ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസത്തിന്റെ ഉടമകളായ യഥാർത്ഥ മനുഷ്യരിൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് തങ്ങൾ ആറ്റുനോറ്റിരുന്ന് കിട്ടുന്ന ഒരു കുഞ്ഞിനെ ബലി കൊടുക്കുക, അറുത്ത് രക്തമൊഴുക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ആർക്കും കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മിൽപ്പെട്ട ആരോടെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദീൻ മതി എന്ന് നമ്മൾ പറഞ്ഞു പോകും. അത്ര വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം നൽകി അല്ലാഹു ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആ പരീക്ഷണത്തെയും അവിടെ വേണ്ടതുപോലെ നേരിട്ടു, അതിനെയും നേരിട്ടു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞത്, ഫലമ്മാ ബലഗ മഅഹു സഅയ. ഒരു പരുവമായപ്പോ, ഒന്ന് ഓടിക്കളിച്ച് നടക്കാനുള്ള പ്രായമായപ്പോ, ആ സമയത്തിൽ അന്ന് കാണുന്നില്ല, ഒരു നാളിൽ തന്റെ കയ്യിലേക്ക് പിറന്നു വീണ കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ ഉമ്മയെ കൂട്ടിക്കൊണ്ട് എങ്ങോ വിദൂരത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ആരോരുമില്ലാത്ത വിജനതയുടെ മലഞ്ചെരുവിൽ കൊണ്ടുപോയി വിട്ടേച്ച് വന്ന ഓർമ്മ മാത്രമാണുള്ളത്. വർഷം ഒരുപാട് കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു. എന്നും ആഗ്രഹിക്കും ആ കുഞ്ഞിനെ ഒന്ന് കാണണം, പോകണം, തന്റെ പ്രിയപ്പെട്ടവളെ കാണണം, പോകണം. അവരുണ്ടോ ഇല്ലേ എന്നെങ്കിലും അറിയാനെങ്കിലും ഒന്ന് പോകണം. ഒരറിവുമില്ല, എങ്ങോ വിദൂരത്തിലാണ്. തിരിഞ്ഞു നിൽക്കരുത്, നോക്കരുത്, നടക്കരുത്, പൊയ്ക്കോ എന്ന് പറഞ്ഞ ആ കൽപ്പനയെ മാനിച്ചുകൊണ്ട് പോയ പോക്കാണ്. ആ പോയ വഴി, ആ വഴിത്താരയിൽ ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ ആ ചരിത്രത്തിനെ എല്ലാം സ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ മക്കത്തേക്ക്, ഹറമിന്റെ പരിസരത്തേക്ക് ജനലക്ഷങ്ങൾ ഒഴുകി വരുന്ന വഴിക്ക് ഷാരി ഇബ്രാഹിം ഖലീൽ എന്ന് പേര് വെക്കപ്പെട്ടു. മാന ഇബ്രാഹിം നബി നടന്നുപോയ വഴി. ആ വഴിയിലൂടെ ഹാജിമാർ മുഹത്തമരീങ്ങളും നടന്നു പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ പോയി കാണാനും ആ പുണ്യമായ വഴിത്താരയിലൂടെ നടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഓടിക്കളിക്കുന്ന പ്രായമായ സമയം, വിദൂരത്തിലാണെങ്കിലും കുഞ്ഞിനെ കണ്ടിട്ടില്ലെങ്കിലും ആ പിറന്ന നാള് മുതൽ എണ്ണി വരുമ്പോ ഏകദേശം ഓടുന്ന പ്രായമായിട്ടുണ്ടാകും എന്ന് അനുമാനിക്കാവുന്ന സമയത്ത് സ്വപ്നം, ദിവ്യസ്വപ്നം, ദിവ്യദർശനം വരുന്നു. അങ്ങ് പോണം, ആ കുഞ്ഞു മകൻ, ആ മകനെ ബലിയർപ്പിക്കണം. അപ്പോ മകൻ ഉണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടു, ആ മകനെ ബലി കൊടുക്കണം. ഈ കൽപ്പന വരുമ്പോൾ ഒന്നാമത്തെ ദിവസം ഇത് വല്ല പേക്കിനാവായിരിക്കുന്നു. വീണ്ടും കാണുന്നു, വീണ്ടും രണ്ടാമത് കണ്ടത് പിന്നെയും ആവർത്തിക്കുന്നു. 3 പ്രാവശ്യമായപ്പോൾ ഉറപ്പായി പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം അത് നുബുവത്തിന്റെ ഭാഗമാണ്, അവരുടെ വഹയിന്റെ ഭാഗമാണ്. അതുകൊണ്ടത് ഒരു തരത്തിലുമുള്ള ദുസ്വപ്നമാകാൻ ഇടയില്ല, ഉറപ്പിച്ചു. ആ പരീക്ഷണം, ആ സ്വപ്നം, അതിന്റെ പരീക്ഷണത്തിന്, ആ സ്വപ്നത്തിന്റെ സാധൂകരണത്തിനായി മക്ക ലക്ഷ്യമാക്കി വീണ്ടും യാത്രയായി. അവിടെ എത്തുമ്പോ ആ പരീക്ഷണത്തിന്റെ സാധൂകരണത്തിനായി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ, അതിനു വേണ്ടിയിട്ടുള്ള അറിയിപ്പ് ഒരുക്കങ്ങളുമായി തന്റെ പ്രിയപ്പെട്ടവൾ അടുക്കൽ ചെല്ലുമ്പോൾ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളും, കേൾക്കും, ഇതൊക്കെ വലിയ ആശങ്കയായിരുന്നു. ആ പരീക്ഷണങ്ങളെല്ലാം അവർ കുടുംബസമേതം വളരെ ലാഘവത്തോടെ അതിനെ നേരിട്ടു എന്നതാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ പിന്നെ ആ പരീക്ഷണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, ക്ഷമ തന്നെ. അവിടെ ക്ഷമിക്കലല്ലാതെ വേറെ മറുപടിയില്ല, വേറെ മാർഗം ഒന്നുമില്ല. ഈ ലോകത്തേക്കുള്ള യാത്ര, ഇവിടേക്കുള്ള പിറവിയും
ജന്മവും ജീവിതവും ആത്മാവും ശരീരവും ഒക്കെ തന്ന റഹ്മാനായ അള്ളാഹു അവൻ വിളിക്കുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പേ തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ തരും. അതേത് വന്നാലും അതിന്റെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നു വിശ്വാസി. അതിന്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു അവിടെ കാണിച്ചത്. ആ പിതാവ് ക്ഷമ കൊണ്ടാണ് അതിനെ നേരിട്ടത്. വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനം വിശ്വാസിയെ പഠിപ്പിക്കുന്നതും അതാണ്. പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ക്ഷമ കൊണ്ട് നേരിടുക എന്നതാണ്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ നിരാശരായി പോകാറുണ്ട്. അവർ മഹാനായ അയ്യൂബ് നബിയിലേക്ക് നോക്കട്ടെ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഇബ്രാഹിം നബിയിലേക്ക് നോക്കട്ടെ, ഓരോ പരീക്ഷണങ്ങളുടെ ഘട്ടം വരുമ്പോൾ ഓരോ നബിമാരിലേക്ക് നമുക്ക് ചരിത്രം പരതിയാൽ ഉന്നതമായ മാതൃക കാണാം. ഇതെല്ലാം നമുക്കുണ്ടാകും. ആ പരീക്ഷണങ്ങളെ സഹനത്തോടെ ക്ഷമയോടെ നേരിട്ടാൽ അവൻ അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണം ആർക്കും സുഖമല്ല, തളർന്നു പോകും. ആ തളർച്ചയിൽ നിന്ന് പിന്നെയും തിരിച്ചു വരണം. ആത്മഹത്യയിൽ ഏറ്റവും പുറകിൽ നിന്നിരുന്ന സമുദായം നമ്മളാണ്. ആത്മഹത്യ എപ്പോഴാണ് ഉണ്ടാവുക? പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലാണ്. വിഷമം സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു വേള അവിവേകം പ്രവർത്തിച്ചു പോകലാണ് ആത്മഹത്യയായി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കപ്പെടുക. അതിൽ സമൂഹത്തിൽ എഴുതപ്പെട്ട അറിയപ്പെട്ട ആത്മഹത്യകളിൽ മുസ്ലിം സമുദായമായിരുന്നു ഏറ്റവും പുറകിൽ. എന്നാൽ ആ കണക്ക് മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ അടുത്ത കാലം ഒരു 3-4 വർഷമായി, ഒരു 5 വർഷത്തിന് പുറമെടുത്താൽ ആത്മഹത്യയുടെ കണക്കിലും മുസ്ലിമീങ്ങൾ പതുക്കെ പടി പിച്ച വെച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, അതുപോലെ കുട്ടികൾ, അവരൊക്കെ പരീക്ഷണങ്ങളെ ഘട്ടം വരുമ്പോൾ തളർന്നു പോകുന്നു. അവരെ ഏതെല്ലാമോ മാർഗത്തിലൂടെ സ്വാധീനിച്ചിട്ടുള്ള പരിഹാരമാർഗമാകുന്ന ആത്മഹത്യയിലേക്ക് അവരും പോവുകയാണ്. മറ്റുള്ളവരും മുസ്ലിം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് നമ്മെ പഠിപ്പിച്ചു. അതാണ് ഈദുൽ അദ്ഹയുടെ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മില്ലത്തെ ഇബ്രാഹിമിയത്തിന്റെ ഫത്തബിഉ മില്ലത്തെ ഇബ്രാഹിമ ഹനീഫ, ഋജുവായ, ഒരു വളവില്ലാത്ത, ഒരു കലർപ്പില്ലാത്ത, ഏറ്റവും സ്ട്രൈറ്റ് വേയിലൂടെ സഞ്ചരിച്ച ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ആ മില്ലത്തിലെ ഏറ്റവും പ്രധാന പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് സഞ്ചരിക്കുക എന്നതാണ്. ആ പരീക്ഷണങ്ങളിലൂടെ മാത്രമേ വിശ്വാസിക്ക് ദുനിയാവിലെ ജീവിതമുള്ളൂ. പരീക്ഷണങ്ങൾ ഇല്ലാത്ത ജീവിതം ഉണ്ടാവൂല. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ഹബീബിന റസൂലുള്ളാഹി നമ്മൾ ഓർമ്മിപ്പിച്ചല്ലോ. പരീക്ഷണം കുറവാണോ, ദീനിന്റെ കുറവിനനുസരിച്ച് പരീക്ഷണം കുറയും. ദീനിന്റെ കടുപ്പത്തിനനുസരിച്ച്, ദീനിലുള്ള ഉറപ്പ്, ഈമാനിലുള്ള ഉറപ്പിനനുസരിച്ച് പരീക്ഷണവും കടുക്കും എന്നതാണ്. അള്ളാഹു കാക്കട്ടെ. നമ്മളൊക്കെ സാധുക്കളാണ്. പടച്ചവന്റെ പരീക്ഷണം താങ്ങാൻ നമുക്കതിനുള്ള കരുത്തില്ല, അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് കരുണ ചെയ്യട്ടെ. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് അവന്റെ ഒരു പരീക്ഷണവും നമ്മെ തന്ന് പരീക്ഷിക്കാതെ അള്ളാഹു നമ്മെ കാക്കട്ടെ. രോഗങ്ങൾ, ഇടങ്ങേറുകൾ, കഷ്ടപ്പാടുകൾ, തളർച്ച, തകർച്ചകൾ ഒന്നിലും പെടുത്താതെ അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ തളർത്തിക്കളയുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു പരിപൂർണമായിട്ടും കാക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്, അതുകൊണ്ട് അടിയുറച്ചതിനെ നേരിട്ടു. ഇനി അടുത്ത പരീക്ഷണം ഭാര്യയുടെ മുമ്പിലായിരുന്നു. ആ ഭാര്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ല അനുകൂലമായ മറുപടിയാണ്. മകന്റെ ഭാഗത്തു നിന്നും അതിലേറെ പ്രതീക്ഷിച്ച മറുപടിയാണ്. ആരാണ് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത്? തന്റെ പൊന്നുമകൻ. ആ പൊന്നുമകനെ അവസാനത്തെ അന്ത്യചുംബനമെല്ലാം നടത്തിയിട്ട് ആ ബലിക്കലിലേക്ക് വെച്ച് അവസാനമായി ജീവനോടെ ഈ ലോകത്ത് കാണുന്ന കാഴ്ചയുടെ രംഗമെല്ലാം ഓർക്കുന്നതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അയവിറക്കിക്കൊണ്ടാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി പൊന്നുമോനോട് ആ സ്വപ്ന ദർശനം പങ്കുവെക്കുക. അവിടെ നിന്ന് ഒരു ഭയാശങ്കയുമില്ലാതെ, ഒരു പരീക്ഷണത്തിന്റെ മുമ്പിൽ, പടച്ചറബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ മുമ്പിൽ ഒരു വിശ്വാസി എങ്ങനെ നേരിടണം, എങ്ങനെ മറുപടി പറയണമെന്ന് റബ്ബിന്റെ തീരുമാനമാണെങ്കിൽ പിന്നെ ഇനി അവിടെ കരഞ്ഞിട്ട്, ഓടിയിട്ട്, അന്താളിച്ചിട്ട്, എവിടെ പോയി ആവലാതി പറഞ്ഞിട്ട് എന്താ പരിഹാരം? ഒരു പരിഹാരവുമില്ല. യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. യാ അബതി ഫഅൽ മാ തുമർ, പൊന്നുപിതാവേ, അങ്ങയോട് അല്ലാഹു കൽപ്പിച്ച കൽപ്പന എന്താണോ, അങ്ങയോട് നൽകപ്പെട്ട കൽപ്പന എന്താണോ, ആ കൽപ്പനയെ അങ്ങ് ശിരസാ വഹിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാശീലരോടൊപ്പം നാളെ പടച്ചവന്റെ അടുക്കൽ നമുക്ക് കണ്ടുമുട്ടാം. ആ പരീക്ഷണത്തിന്റെ അത്ഭുതകരമായ
ആരെയും വിറങ്ങലിപ്പിക്കുന്ന ആ പരീക്ഷണത്തിൽ രണ്ടുപേരും വിജയിച്ചു. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും ആ പരീക്ഷണത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തിലേക്ക് എത്തി. പടച്ച റബ്ബിന് രണ്ടുപേരും വിജയപ്പെട്ടു. ബലിക്കല്ലിലേക്ക് ശിരസിന് വെക്കപ്പെട്ടു. അറുക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരിശ്രമം നടക്കുന്നു. ആ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കണ്ടത്തിലേക്ക് കത്തിവെക്കുമ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം. ഒരശരീരി കേൾക്കുന്നു, ഓ ഇബ്രാഹിം. ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ അങ്ങനെ നേരിടുമെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണമാ. ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് സത്യവിശ്വാസികളായ നല്ല ആളുകൾക്ക് ഞാൻ പ്രതിഫലം കൊടുക്കുക. ആ പ്രതിഫലത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത പരീക്ഷണം, അതിനെ താങ്കൾ വാസ്തവീകരിച്ചിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു വലിയ പരീക്ഷണമാണ്, വ്യക്തമായൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തെ താങ്കൾ അതിജയിച്ചിരിക്കുന്നു. ഈ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. ആ പരീക്ഷണത്തിന്റെ പര്യവസാനത്തിൽ അങ്ങയോട് പറഞ്ഞ ആ ബലിയങ്ങൾ നിർവഹിക്കണം. അത് ഈ ആട്ടിൻകുട്ടിയെ വെച്ചുകൊണ്ടാകട്ടെ. ഈ ഉന്നതമായ ആടിൻകുട്ടിയെ വെച്ചുകൊണ്ട് താങ്കൾ ഈ പരീക്ഷണത്തിനെ പൂർത്തീകരിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണ രണ്ടുപേരും പടച്ചവന്റെ പരീക്ഷണത്തിന് അതിജയിച്ചു കഴിഞ്ഞ ആ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ആ പരീക്ഷണങ്ങളൊക്കെയും വിജയകരമായി പൂർത്തീകരിച്ചു. ആ പരീക്ഷണത്തിന്റെ പര്യവസാനത്തിൽ നന്ദിയായി ജനങ്ങളോട് അല്ലാഹു റബ്ബുൽ ആലമീൻ ചെയ്ത പരീക്ഷണത്തിന് വിജയിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു കൊടുത്ത ആടിനെ ബലിയറുത്തുകൊണ്ട് സാധുക്കൾക്ക് വിതരണം ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ശുക്ർ രേഖപ്പെടുത്തി. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വലിയൊരു പരീക്ഷണമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട്. പരീക്ഷണങ്ങളെ ഘട്ടത്തിൽ നമ്മൾ നേർച്ചയാക്കാറുണ്ട്. ആ പരീക്ഷണങ്ങളെ ഘട്ടത്തിൽ എല്ലാ പിടിയും നഷ്ടപ്പെടുമ്പോ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോ പലതരത്തിലുള്ള നേർച്ചകൾ നേരാറുണ്ട്. എന്നാൽ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേർച്ച ചെയ്ത വിഷയമേ നമ്മളങ്ങ് മറന്നുപോകും. ഇവിടെ പരീക്ഷണ ഘട്ടത്തിൽ നേർച്ച ചെയ്തവന്റെ കാര്യമല്ല ഇവിടെ പറയാ. പരീക്ഷണത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടിയാൽ, ഒരുപാട് നാൾ കഷ്ടപ്പെടുത്തപ്പെട്ട ഒരു രോഗം, ആ രോഗത്തിൽ നിന്നും ആശ്വാസം കിട്ടിയാൽ അന്നേരം ചെയ്തേക്കണം ഒരു ബലി, ഒരു നന്മ, ഒരു സ്വതക്ക. അള്ളാഹുവിന്റെ മുമ്പിൽ ശുക്ർ രേഖപ്പെടുത്തിയിരിക്കണം. അതിന്റെ മാതൃകയായി ഇവിടെ കാണിച്ചത് ആ മകനെയും പിതാവിനെയും പരീക്ഷിക്കപ്പെട്ട പരീക്ഷണം, തുല്യതയില്ലാത്ത പരീക്ഷണം. ആ പരീക്ഷണത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല. അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ഒരു നേർച്ചയും അവർ ചെയ്തതുമില്ല. ഇത് പരീക്ഷണം പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് ഉറച്ചു. ആ പരീക്ഷണത്തിൽ നിന്നും അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ മോചിപ്പിച്ചപ്പോ നന്ദി സൂചകമായി എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടിയാൽ അവിടെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നതിന്റെ മാതൃക അവിടെ കാണിക്കപ്പെട്ടത്. അല്ലാഹു ആ നല്ല മാതൃകയെ അനുധാവനം ചെയ്യാൻ നമുക്കും തൗഫീഖ് തരട്ടെ. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് സമ്പാദ്യം ചെലവഴിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടിയാലും അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വിശ്വാസിയെ പഠിപ്പിക്കപ്പെട്ട ഒരു 2 റക്അത്ത് ശുക്റിന്റെ നമസ്കാരം. ഒരു നല്ല കാര്യമുണ്ടായാൽ, സന്തോഷമുണ്ടായാൽ, സമാധാനമുണ്ടായാൽ ഓടിപ്പോണ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴണം. അല്ലാഹുവേ ലക്കൽ ഹംദു യാ അല്ലാഹ്, ലക്കൽ ശുക്ർ യാ അല്ലാഹ്, പടച്ചവനെ നിനക്കാണ് നന്ദി. ആ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് ശുക്ർ രേഖപ്പെടുത്തണം. എന്നിട്ട് അതിനുശേഷം സ്വതക്ക, ദാനധർമ്മങ്ങൾ, ബലിയറുക്കാൻ കഴിയുമെങ്കിൽ അറുക്കണം. പാവങ്ങളായ സാധുക്കളായ മനുഷ്യർക്ക് ദാനം ചെയ്യണം. ഭക്ഷ്യവസ്തുക്കൾ, മാംസം ഒക്കെ കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതാ. ഈ മാതൃകയാണ് വിശുദ്ധ ദീൻ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച് ആ മാതൃക ലോകാവസാനം വരെ നിലനിർത്തുവാനും അല്ലാഹു പഠിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ കാലത്തിൽ തുടങ്ങിയതല്ല ബലികർമ്മം. ബലികർമ്മം അതിനു മുമ്പേ ഉണ്ട്. ഇബ്രാഹിം നബിയുടെ മകനെ ബലിക്കൽ നിന്ന് മോചിപ്പിച്ചിട്ട് അള്ളാഹു ആടിനെ കൊടുത്തിട്ട് ഇതിനെ ലോകാവസാനം വരെയും ഒരു മാതൃകയാക്കുവാൻ പഠിപ്പിക്കപ്പെടുകയായിരുന്നു. ആ മാതൃക അന്നു മുതൽ തുടങ്ങി. ചരിത്രം പിന്നെയും സഞ്ചരിച്ചു. ആ യാത്രയിൽ പിൻഗാമികളായി വന്നവർ പിന്നെ വഴിതെറ്റിപ്പോയി. ഈ നബിമാരെയൊക്കെ മറന്നു. അവർ വഴികേടിലേക്ക് പോയി. പിന്നെ വന്ന മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം. അതും കഴിഞ്ഞു ഏകദേശം 1100 വർഷങ്ങൾ പിന്നിടുമ്പോ ആ ജനത പൂർണ്ണമായും പടച്ചറബിൽ നിന്നും പൂർണ്ണമായും അകന്നു. ഹസ്രത്ത് ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലമാകുമ്പോ
ജനങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. അവർ ബലി കൊടുക്കുന്നു. ആ ബലി മുഴുവനും അള്ളാഹുവിന് വിരുദ്ധമായി, സൃഷ്ടാവായ റബ്ബിന് ഒരിക്കലും പൊരുത്തമില്ലാത്ത, അള്ളാഹു കോപിച്ച മാർഗങ്ങളിൽ അള്ളാഹു ശത്രുവായി പരിചയപ്പെടുത്തിയ പിശാചിന്റെ മുമ്പിലായിരുന്നു ജനങ്ങളുടെ ബലി. അള്ളാഹുവിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അതുപോലെ പടച്ച റബ്ബിനെ ഏറ്റവും അധികം അള്ളാഹു കോപിച്ച അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന്റെ മുമ്പിൽ ബലിയെറുക്കുന്ന രീതിയായി. അങ്ങനെ അവർ പല വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ബലിയെറുക്കാൻ തുടങ്ങി. ആ ബലി അവർ അറുക്കുമ്പോൾ ആ ബലി മൃഗത്തിന്റെ രക്തം അത് കൊണ്ടുപോയി അവരുടെ വിഗ്രഹത്തിന്റെ മേലെ, അവർ ദൈവങ്ങളായി കണ്ട വിഗ്രഹങ്ങൾക്ക് മേലെ അവർ ഒഴിക്കും. എന്നിട്ട് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയി ബലിമൃഗങ്ങളുടെ മാംസം കൊണ്ടുപോയി ഇതിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. അവരുടെ ധാരണ, നമുക്ക് വിശക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മുടെ ദൈവങ്ങൾക്ക് വിശക്കാതിരിക്കോ, നമ്മെക്കാളും വിശപ്പായിരിക്കും അവർക്ക്, നമുക്ക് ഒരാടാണ് വേണ്ടെങ്കിൽ അതിന് 9 ആട് വേണ്ടി വരും. അങ്ങനെ അവർ അറുക്കും. ബലി അറുത്ത് അതിന്റെ മാംസം കൊണ്ടുപോയി ദൈവത്തിന്റെ മുമ്പിലും ആ രക്തം കൊണ്ട് ഇതിന്റെ തലവടിയെ ഒഴിച്ചു കൊടുക്കും. അത് അന്ന് മുതൽ ഇന്നേ വരെ മാംസം കൊണ്ടുവെക്കുന്നവരുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോയി വെക്കുന്നവരുണ്ട്. പല വസ്തുക്കളും കൊണ്ടുപോയി ഇതിന്റെ മുമ്പിൽ ഒന്ന് എടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നിനും കഴിയാത്ത വെറും കൽ പ്രതിമകൾക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നത് ആർക്കും ഉപകാരപ്പെടാതെ നശിച്ചു പോവുകയാണ്. അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഹസ്രത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്തെ ഇബ്രാഹിമിയത്ത് മുഹമ്മദുർ റസൂലുള്ള വീണ്ടും ജനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ മില്ലത്തെ ഇബ്രാഹിമിയത്ത് പരിചയപ്പെടുത്താൻ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇനി എന്താ ചെയ്യേണ്ടത് റബ്ബേ എന്ന് ചോദിച്ച ചോദ്യത്തിന് മാതൃകയായി ഇബ്രാഹിം നബിക്ക് ജിബ്രീൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുത്ത, ചെയ്യാൻ പഠിപ്പിച്ച, മുമ്പിൽ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മം ആ കഅബ ശരീഫിനെ തവാഫ് ചെയ്ത് തന്റെ പ്രിയതമ ഓടിയ സഫാ മർവക്കിടയിലൂടെ ഓടിയ ഓട്ടം, സംസം വെള്ളം കുടിച്ചത് ഒക്കെ ചേർത്തുകൊണ്ടുള്ള വലിയൊരു കർമ്മം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഇവിടെ വന്നാൽ ചെയ്യേണ്ടത്. ഇതിലേക്ക് ലോക ജനതയെ വിളിക്കണം. അതിന്റെ പര്യവസാനം ബലി കൊടുക്കുന്നതിലൂടെയാണ്. ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണ യാത്രയിൽ ഇബ്രാഹിം നബിയുടെ യാത്രയാണ് ആദ്യം, പിന്നെ ഹാജർ ബീവിയുടെ യാത്രയാണ്. അതൊക്കെ കഴിഞ്ഞ് അവസാനം ബലികളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആ മോചനത്തിന് തുടർന്നുണ്ടായ ബലി ഉലഹിയ. ആ ഉലഹിയ കർമ്മത്തോടുകൂടി ആ ത്യാഗോജ്ജലമായ ആ ചരിത്രം അവസാനിക്കുമ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇബാദത്തും അവസാനിക്കുകയാണ്. ആ ത്യാഗത്തിന്റെ കർമ്മം, ആ കർമ്മം അതേപോലെ പൂർത്തീകരിക്കുവാൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ ജനതയോട്, ലോകാവസാനം വരെ വരുന്ന ജനങ്ങളോടും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആജ്ഞാപിച്ചു. ഇത് അറുക്കേണ്ട ദിവസം പെരുന്നാളിന്റെ ദിവസം, ഈദുൽ അദ്ഹ, പൂർവാന്ന വേളയിൽ അറുക്കപ്പെടുന്ന ബലിയുടെ സന്തോഷത്തിന്റെ ദിവസം, ആഘോഷത്തിന്റെ ദിവസം. ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ഉലുഹിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഉലുഹിയത്ത് കഴിവുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കാളിയാകണം, മുഴുവൻ ആളുകളും അതിന് തയ്യാറെടുക്കണം. അത് കഴിയുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വേളയിൽ 100ഓളം മൃഗങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഉലുഹിയ കൊടുത്തു. 100 മൃഗങ്ങളെ. അതിൽ ഭൂരിപക്ഷം മൃഗങ്ങളെയും സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അറുത്തു. ഉലുഹിയത്തിന്റെ മൃഗങ്ങൾ അല്ലിമൂ ലഹായാക്കും ഫഇന്നഹു അലസ്സിറാത്തി മതായാക്കും. നാളെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാലം, സിറാത്ത് എന്ന പാലത്തിലൂടെ നിങ്ങൾക്ക് മറുകരയിലേക്ക് സഞ്ചരിച്ചെത്താൻ സഹായിക്കുന്ന വാഹനമാണ് ഉലുഹിയത്തിന്റെ മൃഗം. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഏറ്റവും വണ്ണമാക്കുക. നിങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ളത്, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും സന്തോഷം പകരുന്നത്, ഏറ്റവും മുന്തിയതിനെ തന്നെ നിങ്ങൾ ഉലുഹിക്ക് വേണ്ടി തീരുമാനിക്കണം. ഉലുഹിയ കർമ്മം നമ്മിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അല്ലാഹുവിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഉലുഹിയ നിയത്ത് ചെയ്യുന്ന ആളുകൾ ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ മിക്കവാറും ഞായറോ തിങ്കളോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ദുൽഹജ്ജിന്റെ മാസപ്പിറവി കണ്ടു എന്ന് ഉറപ്പിക്കപ്പെട്ടാൽ പിന്നീട് ശരീരത്തിൽ നിന്ന് രോമവും നഖവും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ മുടിവെട്ടാനും നഖം വെട്ടാനും വൃത്തിയാകാനും ഒക്കെയുള്ളവർ ദുൽഹജ്ജ് 1 മുമ്പ്, അതായത് നാളെ, ഇന്ന് ദുൽഖഅദ് 28, നാളെ അവസാനത്തെ ദിവസമാണ്. നാളെ വൈകുന്നേരം മാസപ്പിറവിയുടെ സാധ്യതയാണ്. ഇന്ന് നാളെയുമായിട്ട് അതൊക്കെ ചെയ്തേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉലുഹിയത്തിന്റെ ഒരുക്കമാണ്. ദുൽഹജ്ജ് 1 മുതൽ ഹജ്ജാജിമാർ അവിടെ എന്താണോ അത് തന്നെ നമ്മളും ഇവിടെ പരമാവധി മക്കത്ത് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഒഴികെ ബാക്കി എന്തെല്ലാം അവർ ചെയ്യുന്നു അതെല്ലാം നമ്മളും ചെയ്യേണ്ടതാണ്.
ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഒരു വർഷത്തിൽ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ച ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ ദിവസങ്ങൾ ഉളുഹിയ നിയ്യത്ത് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുന്ന അമലുകൾ എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ വ്യാപൃതനാകണം. പ്രത്യേകിച്ച് അവന്റെ ഉളുഹിയത്തിന്റെ മൃഗം തന്നെ സ്വർഗത്തിലേക്ക് പുറത്ത് കയറ്റിയിരുത്തി കൊണ്ടുപോകുന്ന ആ മൃഗത്തിനെ കാണുമ്പോൾ താൻ വാങ്ങുന്ന ബെൻസ് അല്ല, അതിലും വലുത്, അതിലും വില കൂടിയത്. എത്ര താല്പര്യപൂർവ്വമാണ് അതിനെ സമീപിക്കുക. അതിനെപ്പോഴും പോയി നോക്കും, അത് വൃത്തിയാണോ എന്ന് നോക്കും, അതിനാവശ്യമുള്ളതെല്ലാം കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്നത് പോലെ ഉളുഹിയ നിയ്യത്ത് ചെയ്തവർ സ്വന്തം ചെയ്യണം എന്നതാണ്. അതാണ് ഇതിന്റെ പൂർണ്ണ പ്രതിഫലം. ഇന്ന് സമയക്കുറവ്, തിരക്കുകളൊക്കെ പറയും, ആരെങ്കിലും ഏൽപ്പിക്കും, ഒരു ഷെയർ കൊടുത്തിട്ട് പിന്നെ സമയം കിട്ടിയാൽ മാത്രമാണ് ഉളുഹിയത്തിന്റെ അന്ന് ആ അറുക്കുന്ന ദിവസമെങ്കിലും അതിന്റെ അടുക്കലെത്തുക, സമയം കിട്ടിയാലാണ്. അങ്ങനെയല്ല വേണ്ടത്. പരമാവധി നമ്മൾ ഉളുഹിയ മൃഗത്തിനെ വാങ്ങാൻ പോകുന്നത് മുതൽ ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം അതിന്റെ നിയ്യത്ത് ചെയ്ത് അതിനുവേണ്ടി പണം സ്വരൂപിച്ച് അതിനുവേണ്ടി മാർക്കറ്റിൽ പോയി അതിനെ സെലക്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്ന് ഒരു വാഹനം, ഏറ്റവും കൂടിയൊരു വാഹനം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വാങ്ങുന്ന ഒരു മൂല്യമുള്ള വസ്തു എന്തുമാകട്ടെ, അതിനെത്ര തയ്യാറെടുപ്പുണ്ടാവോ അതിനേക്കാൾ അപ്പുറം തയ്യാറെടുപ്പും പരിശ്രമം ഉണ്ടാകണമെന്ന്, അത്രയും അമൂല്യമായി കാണണമെന്ന്. അതിനെ കൊണ്ടുവന്ന് അതിനെ കുളിപ്പിക്കുക, അതിന് തീറ്റ കൊടുക്കുക, അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ നന്നായി പരിചരിച്ച് നമ്മുടെ കുഞ്ഞു മകൻ ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രതീകമാണ്. ഇബ്രാഹിം നബിയുടെ കുഞ്ഞുമകൻ ഇസ്മായിൽ. അതേപോലെ നമ്മുടെ കുഞ്ഞു മക്കൾ ആരാണോ ആ മക്കളാണ് ഉളുഹിയ മൃഗമായി നമ്മുടെ മുമ്പിലുള്ളത്. ആ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുമോ ആ സ്നേഹം ആ മൃഗത്തോടുണ്ടാകണം. അങ്ങനെ ഒന്ന് പരിപാലിച്ച് ഉളുഹിയത്തിന് വേണ്ടി അതിനെ കടത്തി നോക്കിയേ അറിയാതെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീഴും. ആ മൃഗത്തിന്റെ കണ്ണിൽ നിന്നും ചിലപ്പോൾ കണ്ണുനീർ വീഴുന്നത് കാണാറുണ്ട്. അത്രമാത്രം സ്നേഹബന്ധം രൂഢമൂലമായതിന് ശേഷം അറുക്കപ്പെടുമ്പോഴാണ് ഉളുഹിയത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമ്മൾ ഉയരുക. ഗാഢമായൊരു ബന്ധത്തിന് ശേഷം ആ ഗാഢമായ സ്നേഹബന്ധത്തിനെ മുറിച്ച് അറുത്ത് മാറ്റുകയാണ്, അറുത്ത് വിഭജിച്ച് മാറ്റി നിർത്തുകയും വേർതിരിക്കുകയാണ്. ആ അറുത്ത് മാറ്റുന്നു. സൃഷ്ടാവായ റബ്ബിന്റെ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് ആ സ്നേഹം, ആ ബന്ധം മുറിച്ചു മാറ്റിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് അതിനെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഉലഹിയ, ബലി എന്നതിലൂടെ ലക്ഷ്യമാക്കുക. ഇത് ചരിത്രം തുടങ്ങുന്ന കാലം മുതൽ, മാനവകുലത്തിന്റെ തുടക്കം മുതൽ ആദം നബിയുടെ പ്രിയപ്പെട്ട മക്കളായ ആ മക്കളുടെ ചരിത്രം മുതൽ തുടങ്ങുകയാണ് ബലിയുടെ ചരിത്രം. അതിന്റെ നല്ല രൂപമാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. ആ മാതൃകയെ നഷ്ടപ്പെടുത്താതെ അതിനെ പൂർണ്ണാർത്ഥത്തിൽ ബലപ്പെടുത്തുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.